ലോകം മുഴുവൻ മെസ്സിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ തവണ ലോകകപ്പ് ഏറ്റുവാങ്ങിയ ഉടൻ മെസ്സിയോടും കുടുംബത്തോടുമൊപ്പം സെൽഫി എടുത്ത ഒരു മലയാളിയുണ്ട്. മാധ്യമം ദിനപത്രത്തിന്റെ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബൈജു കൊടുവള്ളി. ബൈജു തനിക്ക് ലഭിച്ച ആ സുവർണ അവസരത്തെക്കുറിച്ച് ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം നടക്കുമ്പോൾ അത് ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. എന്തായാലും നമ്മളൊക്കെ ഇത് കാണുന്നത് പലപ്പോഴും ടി വിയിലൂടെയും അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലും എല്ലാമായിരിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ നേരിൽ കാണുകയും ഒപ്പം തന്നെ മെസ്സി, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു താരമാണ് മെസ്സി. മെസ്സിയോടൊപ്പം ഒരു സെൽഫിയും എടുത്ത മലയാളിയുണ്ട്. മറ്റാരുമല്ല, മാധ്യമം ദിനപത്രത്തിലെ സീനിയർ ജേർണലിസ്റ്റ്, ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ബൈജു കൊടുവള്ളിയാണ്. ബൈജുട്ടാ, ഇന്ന് ഒരു ഫൈനൽ മത്സരം നടക്കാൻ വേണ്ടിയാണ് അർജന്റീനയുടെ. കഴിഞ്ഞ ഫൈനൽ മത്സരം ചേട്ടൻ സ്റ്റേഡിയത്തിൽ ഇരുന്നാണ് കളി കണ്ടത്. ഒരുപക്ഷെ ഏറ്റവും അടുത്തിരുന്ന് കണ്ട ഒരാൾ കൂടിയാണ്. ചേട്ടൻ മെസ്സിയെ കണ്ട സമയമല്ല, എങ്ങനെയായിരുന്നു ആ സമയമൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കും? ശരിക്ക് പിന്നെ സൈന ആൻ്റണിയൊക്കെ ഫുട്ബോൾ വീക്ഷിച്ച പോലെ അത്ര സൗന്ദര്യത്തിലൂടെ ഫുട്ബോൾ കാണാൻ ഗ്രൗണ്ടിലിരുന്ന് എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞാൻ ഈ ഒരു ക്യാമറയുടെ ഫൈനലിലൂടെ വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞ് ശേഷം അതെ ആ ഒരു മൂവ്മെന്റ് ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചേട്ടാ, കപ്പ് മേടിച്ചിട്ട് വരുന്നു മെസ്സിയും കുടുംബവും ഫാമിലി മൊത്തം ഉണ്ട്, മെസ്സിയും ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് മെസ്സിയോടൊപ്പം നിന്നൊരു സെൽഫി എടുക്കാൻ കിട്ടിയ അവസരം എങ്ങനെ തോന്നി? ആ സമയത്ത് ഒരു സെൽഫി എടുക്കുക എന്നുള്ളത്. അതെ, അത് ആ ഒരു അവസരമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചവർ, അർജന്റീനയുടെ കടുത്ത ആരാധകനാണ് ഞാൻ. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ അർജന്റീന കപ്പ് നേടുന്നു. അന്ന് ഉണ്ടായ നിമിഷങ്ങളൊക്കെ താങ്കൾക്ക് പറയാലോ. നിർണായകമായി വലിയ സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നു. അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ച് കപ്പ് നേടുന്നു. പക്ഷേ ഈ കപ്പ് നേടി കഴിഞ്ഞ് ഈ സെറിമണി, അതായത് പ്രൈസ് സെറിമണി കഴിയുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളേതായ ഒരു അഹങ്കാരം, ഏത് മെസ്സിയും ഫാമിലിയും അവിടെ ഇരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഗോൾഡൻ ബോൾ കയ്യിലുണ്ട്. അതുമായിട്ട് ഫാമിലിയുമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന സമയം ഞാൻ ദൂരെ നിന്ന് പകർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അവിടെയുള്ളൊരു ഫിഫ ഒഫീഷ്യൽസിൻ്റെ അടുത്ത്, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, അയാളെ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്, ഒരു ജർമ്മൻകാരനായ ആൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആവശ്യം പറയുന്നു. അദ്ദേഹം പറയുന്നു, നമ്മൾ കാണല്ലേ ഇവിടെയൊക്കെ ഫുട്ബോൾ നടക്കുമ്പോൾ ഒരു ഗ്രീൻ വിബ് ധരിച്ചിട്ടാണ് കയറുക. അപ്പോൾ ഈ വിബ് അയച്ച് ബാഗിലിട്ടോ എന്നിട്ട് വാന്ന് പറഞ്ഞാൽ എന്നെ അയാൾ കൂട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഞാനവിടെ ചെല്ലുന്നു. ഞാൻ നേരെ മെസ്സിയുടെ എടുക്കുന്നു. നമ്മളൊരു വല്ലാത്തൊരു അനുഭവമല്ല. അപ്പോൾ ചെല്ലുന്നു, മെസ്സിക്ക് ഒരു ഷൈക്കറ്റ് കൊടുക്കുന്നു. പക്ഷെ എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ മെസ്സിയോട് പറയുന്നു, എനിക്കൊരു സെൽഫി എടുക്കണം. കുറച്ച് ആംഗ്യം എല്ലാം ആയിട്ട് എൻ്റെ ഭാഷയും അയാളുടെ ഭാഷയും ഒന്നും അങ്ങോട്ട് പരസ്പരം എന്നല്ലേ. അപ്പോൾ അത് കഴിയുന്നു, ഓക്കെ എന്ന് പറയുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള SLR ക്യാമറയിൽ തന്നെയാണ് ഇത് എടുക്കുന്നത്. മൊബൈൽ ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. SLR ക്യാമറയിൽ തന്നെ ഞാൻ തിരിച്ചൊരു സെൽഫി എടുക്കുന്നു ഫാമിലിക്കൊപ്പം. സെൽഫി എടുത്ത് അധിക സമയമൊന്നും അവിടെ നിൽക്കാൻ അവരെ ഒഫീഷ്യൽസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഒഫീഷ്യൽസും ഉണ്ട്. അവരും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ മെസ്സിയുടെ അടുത്ത് വരാനുള്ള ആളുകൾ അങ്ങനെ അതുതന്നെയാണ് ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമായിരുന്നു അന്നത്തെ രാത്രി. അതുപോലെ തന്നെയാണ് അത് ആ 4 വർഷം കഴിഞ്ഞപ്പോഴും ഇത് ഇന്ന് സംഭവിച്ച പോലെയുള്ള ഒരു ഓർമ്മ തന്നെയാണ് ബൈജുവിന് ഇപ്പോഴുള്ളത്.